ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന ഉത്തർപ്രദേശ് മുൻമന്ത്രി ഗായത്രി പ്രസാദ് പ്രജാപതിക്ക് നേരെ സഹതടവുകാരന്റെ ആക്രമണം. വടികൊണ്ടുള്ള ആക്രമണത്തിൽ പ്രജാപതിയുടെ തലയ്ക്ക് ഗുരുതര പരുക്കേറ്റു. ലക്നൌവിലെ ഗോസായിഗഞ്ച് ജില്ലാ ജയിലിലാണ് സംഭവം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, വിശദാംശങ്ങൾ. ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുന്ന ഉത്തർപ്രദേശ് മുൻമന്ത്രി ഗായത്രി പ്രസാദ് പ്രജാപതിക്ക് നേരെയാണ് സഹതടവുകാരന്റെ ആക്രമണമുണ്ടായത്. ബൽറാം, വിവരങ്ങൾ. അനുജ, ഉത്തർപ്രദേശ് മുൻ മന്ത്രി ഗായത്രി പ്രസാദ് പ്രജാപതിക്ക് നേരെ ലക്നൌവിലെ ജയിലിൽ വെച്ച് ഇന്നലെ വൈകിട്ടാണ് ആക്രമണം ഉണ്ടായത്. സഹതടവുകാരനായിരുന്നു ഈ പ്രജാപതിയെ ആക്രമിച്ചത്. ശുചീകരണ ചുമതലയുണ്ടായിരുന്ന ഈ സഹതടവുകാരനുമായി മുൻ മന്ത്രി ഒരു വാക്കേറ്റം ഉണ്ടാകുകയും തുടർന്ന് ഒരു റാക്കിന്റെ ഡോറ് ഉപയോഗിച്ച് ഈ പ്രജാപതിയുടെ തലയ്ക്ക് ഇയാൾ അടിക്കുകയുമായിരുന്നു എന്നാണ് ജയിൽ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. തുടർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റി. തലയിൽ 6 തുന്നലുകൾ ഉണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇപ്പോഴും പ്രജാപതി ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഈ ഗായത്രി പ്രസാദ് പ്രജാപതിയുടെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും സമാജ്വാദി പാർട്ടിയുടെ MLA-യുമായ മഹാറാണി പ്രജാപതി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ജയിലിലേക്ക് ഭക്ഷണം കൊണ്ടുപോവുകയാണെങ്കിൽ പോലും നിരവധി പരിശോധനകൾ നടത്തി മാത്രമാണ് അകത്തേക്ക് കയറ്റാറുള്ളത്. അങ്ങനെയിരിക്കെ എങ്ങനെയാണ് ഒരു സഹതടവുകാരൻ്റെ കൈവശം ഒരു ആയുധം എത്തിയത് എന്നും ഈ ഗായത്രി പ്രജാപതിയെ കൊലപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ്, ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഈ ആക്രമണം എന്നുമുള്ള ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഈ സമാജ്വാദി പാർട്ടിയും ഇത്തരത്തിൽ ഈ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അനുജ, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.